بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. ഖുർആനിലെ 102-ാമത്തെ അധ്യായം സൂറത്തു തക്കാസുർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അശ്രദ്ധാപരമായ ജീവിതത്തെ കുറിച്ചാണ് ഈ സൂറത്തിലൂടെ പരാമർശിക്കുന്നത്. അല്ലാഹു പറയുന്നു, അൽഹാഖുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. എന്തു സേവനങ്ങളിൽ ഏർപ്പെട്ടാലും പല വ്യക്തികളും ഞാൻ ചെയ്തത് എങ്ങനെയുണ്ട് എന്നുള്ളൊരു പെരുമ മനുഷ്യരെ പിടികൂടിയിരിക്കുകയാണ്. ഞാനാണ് ചെയ്തത് എന്നുള്ളൊരു ക്രെഡിറ്റ് ലഭിക്കാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം തിരിയുമ്പോൾ അവന്റെ ശ്രദ്ധ മുഴുവനും മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിലേക്ക് പോകുന്നത് വരെ ആ ചിന്ത, ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം, പെരുമ, ഈ ചിന്തയിലായി പലരും വീണുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഇതിന് ഒരു അന്ത്യം കുറിക്കും. ശേഷം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അല്ലാഹു 2 വട്ടം പറയുന്നു, ശേഷം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ദൃഢമായി അറിയുകയാണെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ച്, നരകത്തെ കുറിച്ച് നിങ്ങൾ ദൃഢമായി അറിയുകയാണെങ്കിൽ, ആ നരകത്തെ നിങ്ങൾ ഇവിടുന്ന് തന്നെ കാണും. വളരെ ഉറപ്പോടുകൂടെ തന്നെ ആ നരകത്തെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൃഢമായി തന്നെ കാണാൻ കഴിയും. പിന്നെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നൽകിയത്, ആ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം അന്ത്യനാളിൽ ചോദിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വഹാബി നബികളെ വിരുന്നാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈത്തപ്പഴം നൽകി, റൊട്ടി നൽകി, പൊരിച്ച മാംസങ്ങളൊക്കെ നൽകി. നബിയും സഹാബാക്കളും വിശന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഈ ഖുർആനിലെ ഈ ആയത്താണ് ഓതിയത്. നമുക്ക് ഈ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു ഇനി ആഖിറത്തിൽ ചോദ്യം ചെയ്യും. ഇതിനനുസരിച്ച് അല്ലാഹുവിനെ ശുക്ർ ചെയ്തുവോ, ഇതിനനുസരിച്ച് അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്തുവോ, അല്ലാഹു ഓർത്തുവോ? അല്ലാഹുവിനെ നാം എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇനിയും അല്ലാഹു അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചതിലും വർദ്ധിപ്പിച്ചതിലും അല്ലാഹു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്തകളും അവനെ മാത്രം ഓർത്തുകൊണ്ട് ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗതാഗത രംഗത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ജോലികളിൽ, നമ്മുടെ ബിസിനസ്സിൽ അല്ലാഹു ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ കൂട്ടുകുടുംബാംഗങ്ങൾക്കെല്ലാം അല്ലാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.